കാണാൻ ഒരുപോലെ അല്ലെങ്കിലും ഹൽക്കിൻ്റെ അതേ കാലിൻ്റെ നീളമുള്ള ബൂട്ടിട്ട് കളിച്ചിരുന്ന ഒരു ഇതിഹാസം ഉണ്ടായിരുന്നു. യെസ്, ദ മാൻ മിസ്റ്റർ ന്വാങ്കോ ക്രിസ്റ്റ്യൻ കാനോ. 1976 നൈജീരിയയിലെ ഒവേരി എന്ന ഗ്രാമത്തിൽ ജനിച്ച് ഇന്ന് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ ഇടയിൽ നീളമേറിയ ബൂട്ടിട്ട് കളിച്ചിരുന്ന വ്യക്തിയാണ് കാനോ. അദ്ദേഹത്തിൻ്റെ ബൂട്ട് സൈസ് ഏകദേശം 14-15 ഫുട്ട് ലെങ്ത് വരും, അഥവാ 33 സെന്റിമീറ്റർ നീളം. തൻ്റെ കാൽപാദത്തിൻ്റെ നീളം ഒരു അനുഗ്രഹമായി മാറ്റിയ വ്യക്തിയാണ് അദ്ദേഹം. കാനിനെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ, തൻ്റെ 20ാമത്തെ വയസ്സിൽ ഇന്റർ മിലാന് വേണ്ടി മുൻനിരയിൽ തിളങ്ങിക്കൊണ്ടിരിക്കവേ അന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട ദിവസം കടന്നു വരികയാണ്. ശക്തമായ ഹൃദയവേദന മൂലം ആശുപത്രിയിൽ ചെക്കപ്പ് കഴിഞ്ഞ കാനോ അറിയുകയാണ് തനിക്ക് കോഞ്ചനേറ്റൽ ഹാർട്ട് ഡിസീസ് തന്നെ കീഴടക്കിയെന്നത്. അതിനുശേഷം കാനോ തൻ്റെ ഇന്റർ മിലാനിലെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുകയും തൻ്റെ ജീവൻ തന്നെ നഷ്ടമായേക്കാവുന്ന ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വിധേയമാവുകയും ചെയ്തു. ശേഷം മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് തൻ്റെ കംബാക്കിന് തുടക്കമിട്ടത്. 1999 ആഴ്സണലിൽ എത്തിച്ചേരുകയും മാനേജർ ആർസെൻ വെംഗറിന്റെ അണ്ടറിൽ പരിശീലനം നടത്തുകയും മുൻനിരയിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. 2003-2004 സീസണിലെ ദ അൺഡിഫീറ്റഡ് ആഴ്സണലിൽ പങ്കാളിയാകുകയും ഒരു നൈജീരിയൻ ഇതിഹാസത്തിന്റെ എല്ലാ ശക്തിയും അവിടെ കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. ചാമ്പ്യൻസ് ലീഗ്, ഇന്റർനാഷണൽ കപ്പ്, 2 പ്രാവശ്യം പ്രീമിയർ ലീഗ് എന്നുൾപ്പെടെ ആഫ്രിക്കൻ ബെസ്റ്റ് പ്ലെയറെ പുള്ളി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2008 ആഫ്രിക്കയിൽ നിന്നും യുണിസെഫിന് വേണ്ടിയിട്ട് ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്ത വ്യക്തിയും കൂടിയാണ് കാനോ. ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ എന്നും എല്ലാം തികഞ്ഞ ഒരു പ്ലെയറായി മനസ്സിൽ തുടരുക തന്നെ ചെയ്യും മിസ്റ്റർ ന്വാങ്കോ ക്രിസ്റ്റ്യൻ കാനോ. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് കണ്ടന്റിന് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.